ഡോക്ടർ നമ്മൾ IVF ചെയ്തപ്പോൾ എൻ്റെ കുറേ എഗ്സ് പുറത്തെടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഓവറിയിലെ എഗ് നമ്പേഴ്സ് കുറഞ്ഞു പോവോ? ഇനി എനിക്ക് നേരത്തെ എങ്ങാനും മെനോപോസ് ആവോ? ഓവറിയുടെ റിസർവ്സ് ഒക്കെ കുറയുമോ എന്നുള്ളതൊരു കോമൺ കൺസേൺ ആണ്. അപ്പോൾ നമ്മൾ IVFൽ ചെയ്യുന്നത് നമ്മൾ എല്ലാ മാസവും ബോഡി കുറച്ച് ഫോളിക്കിൾസിനെ റിക്രൂട്ട് ചെയ്ത് റെഡിയാക്കും. നാച്ചുറലി എന്താണ് നമ്മുടെ ബോഡീസ് ആർ ഡിസൈൻഡ് ഒരു പ്രഗ്നൻസിനെ ക്യാരി ഓൺ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഈ റിക്രൂട്ടഡ് ഫോളിക്കിൾസിൽ എല്ലാവരും ഗ്രോ ചെയ്യുന്നില്ല. ഒരാൾ മാത്രം, ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ മാത്രം വലുതായിട്ട് അത് ഓവുലേഷനായിട്ട് മേ ബി പ്രഗ്നൻസിയിലേക്ക് റിസൾട്ട് ചെയ്യാനായിട്ട് പോകുന്നു. സോ IVFൽ നമ്മൾ ഇത് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓൾറെഡി റിക്രൂട്ടഡ് ആയിട്ടുള്ള ഫോളിക്കിൾസിന് നമ്മളെല്ലാവരെയും ഗ്രോ ചെയ്യാനായിട്ട് ഇഞ്ചെക്ഷൻസ് എടുക്കുന്നു. അതിന് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എംബ്രിയോ ആക്കിയിട്ട് നമ്മൾ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എക്സ്ട്രാ വരുന്ന എംബ്രിയോസ് നമ്മൾ ഫ്രീസ് ചെയ്യുന്നു നെക്സ്റ്റ് പ്രഗ്നൻസിക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. അപ്പം ഇത് നമ്മൾ എടുത്തില്ലെങ്കിലും ഈ സൈക്കിൾ ഓൾറെഡി റിക്രൂട്ടഡ് ആണ്. ഈ ഒരു പീരിയഡ്സ് അടുത്തൊരു പീരിയഡ്സ് വരുമ്പോഴത്തേക്കും ഓൾറെഡി നശിച്ചു പോകും, അതായത് അട്രേഷ്യ ആയി പോകുന്ന ഫോളിക്കിൾസ് തന്നെയാണ്. സോ ഇതുകൊണ്ട് നമ്മുടെ ബാക്കപ്പ് റിസർവ്സ് ഒരു രീതിയിൽ അഫക്റ്റഡ് ആവുന്നില്ല. നമുക്ക് ഏർലി മെനോപോസ് അങ്ങനത്തെ കൺസേൺസിൻ്റെ ഒന്നും ആവശ്യമില്ല.